മാധ്യമങ്ങളിൽ ആരെയും എന്തും പറയാമെന്നാണ് ചിലരുടെ ധാരണ. നിയമ നടപടികൾ നേരിടേണ്ടി വരുമ്പോൾ മാത്രമാണ് പലർക്കും ബോധം വരിക. ലിൻഡോ ജോസഫ് MLA സാമൂഹ്യ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തി പോസ്റ്റിട്ട യുവാവും ഇക്കൂട്ടത്തിൽപ്പെട്ടയാളാണ്. പോലീസ് പിടികൂടിയപ്പോൾ മാപ്പപേക്ഷിച്ച പുത്തൂർ മഠം സ്വദേശി അസ്ലം മുഹമ്മദിന് മാപ്പ് നൽകി മാതൃകയായിരിക്കുകയാണ് MLA. കഴിഞ്ഞ ദിവസമാണ് ലിൻഡോ ജോസഫ് MLAയുടെ അംഗപരിമിതിയെ പരിഹസിച്ച് യുവാവ് സമൂഹമാധ്യമത്തിൽ കമന്റ് ഇട്ടത്. ഈ സംഭവത്തിന് പിന്നാലെ ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സമൂഹമാധ്യമങ്ങളിലും അല്ലാതെയും നടന്നത്. കേസെടുത്ത തിരുവമ്പാടി പോലീസ് പുത്തൂർ മഠം സ്വദേശി അസ്ലം മുഹമ്മദിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതേസമയം സംഭവത്തിൽ അസ്ലം മാപ്പപേക്ഷിച്ച സാഹചര്യത്തിൽ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ലെന്ന് MLA വ്യക്തമാക്കി. പ്രിയപ്പെട്ട മുഹമ്മദ് അസ്ലം ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അസ്ലം അറിയാതെ ഒരു വൈകാരികമായ നിമിഷത്തിൽ അറിയാതെ എഴുതിപ്പോയതാണ്. അദ്ദേഹം അപ്പോൾ തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നെ വിളിച്ച് നേരിട്ട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. തെറ്റുപറ്റാത്തവരായ ആരുമില്ല. മഹാനായ ലെനിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റുപറ്റാത്തതായി നവജാത ശിശുക്കൾക്കും മൃതശരീരത്തിനും മാത്രമേ തെറ്റുപറ്റാത്തുള്ളൂ. തെറ്റുപറ്റിയ തിരുത്തുക എന്നുള്ളതാണ്. തിരുത്തുന്നത് ഒരു മനുഷ്യനെ കൂടുതൽ നവീകരിക്കുകയാണ്. അസ്ലമിന് അങ്ങനെ ഒരു തെറ്റ് പറ്റി എന്നുള്ളത് അദ്ദേഹം നേരിട്ട് വിളിച്ചു പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കുറേ ആളുകൾ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത കുറേ ആളുകൾ ഇത് ഫേക്കാണ്, അവരെ ആളെയില്ല, MLAക്ക് ഇമേജ് കൂട്ടാൻ വേണ്ടി ചെയ്താണെന്നൊക്കെ നല്ല വല്ലാത്ത രൂപത്തിൽ, വളരെ മോശമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പല ആളുകളും ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയാത്ത രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തനിക്കെതിരെ നടന്ന വ്യക്തിപരമായ അധിക്ഷേപത്തിൽ കുറ്റക്കാരനായ ആൾ മാപ്പ് പറഞ്ഞതിനാൽ നിയമപരമായ മറ്റ് നടപടികൾക്കൊന്നും പോകുന്നില്ലെന്നാണ് ലിൻഡോ ജോസഫ് വ്യക്തമാക്കിയത്. അറിയാതെ സംഭവിച്ചു പോയതാണെന്നും തെറ്റുപറ്റിപ്പോയെന്നും അസ്ലം മുഹമ്മദും പറഞ്ഞു. അല്ല, ഞാനിങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി. അതിനെക്കൊണ്ട് എനിക്ക് തെറ്റാൻ തോന്നിയത് കൊണ്ട് ഞാൻ പോസ്റ്റ് പിൻവലിച്ച് MLA എന്നാലും വിളിച്ചിരുന്നു. MLAയും പരാതി പിൻവലിക്കാൻ എന്നോട് ശ്രമിച്ചു. തുടർന്ന് സൗഹൃദം പങ്കിട്ട് ഒരുമിച്ച് ചായ കുടിച്ചാണ് ഇരുവരും പിരിഞ്ഞത്. ന്യൂസ് 18 മുക്കം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.